ആശീർവാദത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ ദമ്പതികളെ ആശീർവദിക്കണമേ. ഇതിപ്പോ കഴിയുമോ? പുട്ടടിയണ്ടേ? നിന്നെ അനുഗമിക്കുവാൻ ഈ ദമ്പതികളെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച എന്നിട്ട് അവരെങ്ങോട്ടാ പോയെ? അത് ഗോവയ്ക്ക്. ഒക്കെ സോമിട്ടൊരു പരിപാടികളല്ലേ, മൊത്തം ഇംഗ്ലീഷ് സ്റ്റൈല. ഒന്നും പറയണ്ട. അല്ല, പരിപാടി കൊപ്പിച്ചിട്ട് ആളെങ്ങടെ പോയേ? അതന്നെ ഞാനും നോക്കണേ. ബൈ ബൈ. ഒന്ന് കേറിയ മോളെ. എന്തുട്ടാ അവന്മാര് പോയത് ഗോവയ്ക്കാണേ. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ നിങ്ങൾ പോണതും ഗോവയ്ക്കല്ലേ? നമുക്കൊരുമിച്ച് ജോളിയായിട്ട് പോവാലോ. അപ്പോ നിങ്ങള് പണിയും നടക്കും, നമ്മളെ പണിയും നടക്കും. ഒക്കെ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലല്ലേ? മാട്ടിയേ പറയടേ, അടിച്ചത് ഏതാ ടീമെന്ന് മനസ്സിലായ? നമ്മുടെ ഉമ്മറിന്റെ ഫ്രണ്ട്സാ. അവരെങ്ങനെ ചെയ്യൂന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മാറ്റേ അതെ, ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഭയങ്കര വയലന്റാ. കുന്നങ്ങൾ തുതുപ്പേണ്ട മോന്റെ കാല് വെട്ടാൻ പോയപ്പോ എന്റെ ഒരു കത്തി ഉണ്ടായിരുന്നില്ല. നീ അതെടുത്താ? എന്നില്ലാണ്ട് അത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല എയിമായിരുന്നു. അത് പിന്നെ നമ്മൾ എടുക്കാണ്ടിരിക്കോ? സോമേട്ടാ, ആദ്യം തന്നെ അവനെ നമ്മുടെ കയ്യിലിരിക്കുന്നു കേട്ടോ. ഇളയപ്പ ഗൾഫിൽ നിന്ന് പറഞ്ഞ ഐറ്റിരിപ്പുണ്ട് കയ്യിൽ. അവന്റെ ചെവി ഞാൻ പൂളി എടുക്കും. സ്ക്രൂ ഡ്രൈവറാ നല്ലത്. അതാവുമ്പോ ചെവിയിലും കണ്ണിലും കുത്തി കയറ്റാം. ഇത് ഉണ്ണി ബേബി, മൈക്കിള് ആന്റപ്പൻ, ബുദ്ധൻ. നമ്മുടെ കടികളാ. ചേച്ചി ചേച്ചി, ഞാൻ ഉമ്മറ്. നീ അറ്റത്തിരിക്കുന്നുണ്ട് മോന്താണ്ടാ. നീ അറ്റത്തിരിക്കുന്നുണ്ട് മോന്താണ്ടാന്ന് പാക്കത്തേക്ക് വെട്ടിയപ്പോഴേ മോന്നോണ്ട് തടുത്ത. ഞങ്ങളെല്ലാരും ഇപ്പൊ എക്സ്പാൻഡാ വിളിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ കൊട്ടേഷൻ ടീമുകളുടെ ഇടയിലൂടെ തമാശകളാ. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മള് പോകുന്ന വഴിക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. ഉണ്ണി ബേബി, നീ വേളാങ്കണ്ണി മാതാവിന്റെ പാട്ടൊന്നിട്ടെ. ഇതറ വേളാങ്കണ്ണി മാതാവിന്റെ പാട്ട്.